സോ നമ്മൾ PM മാരത്തോൺ റിവിഷന്റെ സെക്കൻഡ് ഡേയിലേക്ക് വരാണ്. നമ്മൾ ഇന്നലെ ടോപ്പിക്സ് എല്ലാം ഒന്ന് ക്വിക്കലി ഒന്ന് റിവൈസ് ചെയ്തു. മെയിൻ ടോപ്പിക്സ് എല്ലാം നമ്മളൊന്ന് കവർ ചെയ്തു. നമ്മൾ ഇന്നും നാളെയും പ്ലാൻ ചെയ്തിരുന്ന പോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ. അതിൽ 2 സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് EHT എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ വരുന്ന ടോപ്പിക് വാല്യൂ ഫോർ മണി, എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, പബ്ലിക് സെക്ടർ പെർഫോമൻസ് മെഷർമെന്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ്, ആ ഒരു ഏരിയ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ടയർ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ഉണ്ട്, അതുപോലെ ഹൈലോ മെത്തേഡ് കണക്ട് ചെയ്ത് വരുന്നുണ്ട്, പിന്നെ ABC കോൺസെപ്റ്റ് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണക്ട് ചെയ്ത് വരുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം ക്വാളിറ്റി ടയർ കമ്പനി എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. ഇതിനകത്ത് കുറേ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യനിലാണ് ചിലപ്പം ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പം സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പം എക്സാമിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം അതിന്റെ റിക്വേർഡ് നോക്കുന്നു. റിക്വേർഡ് പറയുന്നത് എങ്ങനെയാണ്? റിക്വേർഡ് എ, യൂസിംഗ് ദി ടെംപ്ലേറ്റ് പ്രൊവൈഡഡ് കംപ്ലീറ്റ് ദി ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ് ഫോർ ഓവർ ഹെഡ്സ് ഫോർ ദി കമ്പനി ഫോർ ദി ഇയർ എൻഡഡ് 31st December. നമുക്ക് വേണ്ടത് അവർ തന്നിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ബേസ് ചെയ്തിട്ട് അവിടുത്തെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓവർ ഹെഡ്സിന്റെ ബഡ്ജറ്റ് ആണ്. ഇപ്പം ഫോർമാറ്റ് നോക്കുന്ന സമയത്ത് ഓവർ ഹെഡ്സിന്റെ ബഡ്ജറ്റ്, ബേസിക്, സ്പോട്ട് എന്ന് പറഞ്ഞ 2 കാറ്റഗറി, പിന്നെ ടോട്ടൽ ഉണ്ട്. അതിൽ മെറ്റീരിയൽ ഓർഡറിംഗ് കോസ്റ്റ്, സ്റ്റോർ റിക്വസിഷൻ, മെഷീൻ സെറ്റപ്പ്, അങ്ങനെ കുറേ കോസ്റ്റുകളുണ്ട്. ആൻഡ് ഫൈനലി ടോട്ടൽ ബഡ്ജറ്റഡ് ഓവർ ഹെഡ്സ്. ഇതാണ് ആ ഒരു ഫോർമാറ്റിലുള്ളത്. പിന്നെ അതിൽ തന്നെ സെക്കൻഡ് റിക്വയർഡ് പറയുന്നത് എക്സ്പ്ലെയിൻ 3 ഡിഫിക്കൽട്ടീസ് വിച്ച് കുഡ് ബി ഫേസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ വെൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് സിസ്റ്റം. നമ്മൾ ABB ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ വരാൻ ചാൻസ് ഉള്ള 3 ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് 6 മാർക്സ്. ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പം റിക്വയർഡ് വായിക്കുമ്പോൾ തന്നെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആണെന്ന് മനസ്സിലായി. അതിൽ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് ആണ്. അപ്പം ABC പ്രിൻസിപ്പിൾസ് അവിടെ കണക്ട് ചെയ്ത് വരും. അതിന്റെ ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യണം. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മുടെ കമ്പനി ടയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അതിൽ 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കും സ്പോർട്ടും. ഇതാണ് നമുക്കുള്ള 2 പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ കമ്പനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ABBയും ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഇപ്പം പ്രീവിയസ് ഇയറിൽ നമുക്ക് വന്നിരിക്കുന്ന ഓവർ ഹെഡ് കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഓവർ ഹെഡിന്റെ റേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. കമ്പനി 2 പ്രൊഡക്റ്റ്, കമ്പനിയിൽ ടയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കും സ്പോർട്ടും ആണ്. ദെൻ ഇത് കൂടാതെ പ്രീവിയസ് ഇയറിൽ നമുക്ക് വന്ന ഓവർ ഹെഡിന്റെ റേറ്റ്സ് തരുന്നു. കോസ്റ്റ് പെർ മെറ്റീരിയൽ ഓർഡർ, ഇതെല്ലാം പ്രീവിയസ് ഇയറിലെ നമ്പേഴ്സ് ആണ്. ലാസ്റ്റ് ഇയറിലെ നമ്പേഴ്സ് ആണ്. ഒരു ഓർഡറിന് എത്രയാണ് മെറ്റീരിയൽ കോസ്റ്റ്, മെറ്റീരിയൽ ഓർഡറിന് എത്രയാണ് കോസ്റ്റ്, ഒരു സ്റ്റോർ റിക്വസിഷൻ എത്രയാണ് കോസ്റ്റ്, മെഷീൻ സെറ്റപ്പിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ABCയിലൊക്കെ പഠിക്കുമ്പം OAR ഉണ്ട്, അബ്സോർപ്ഷൻ റേറ്റ് പെർ കോസ്റ്റ് ഡ്രൈവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ആ വാല്യൂസ് പ്രീവിയസ് ഇയറിൽ തന്നിട്ടുണ്ട്. പിന്നെ അവർ പറയുന്നത് വിത്ത് എക്സെപ്ഷൻ ഓഫ് കസ്റ്റമർ ഡെലിവറി കോസ്റ്റ് ഓൾ ഓഫ് ദീസ് കോസ്റ്റ് ആർ എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ബൈ ഇൻഫ്ലേഷൻ ഓഫ് 5% ഇൻ ദി ഇയർ എൻഡിങ് 31st December 2001. അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ തന്നിരിക്കുന്ന കോസ്റ്റുകളെല്ലാം ഡയറക്ട്ലി 5% ഇൻക്രീസ് ആവും. ഈ തന്നിരിക്കുന്ന റേറ്റ്സ് എല്ലാം 5% ഇൻക്രീസ് ആവും എക്സെപ്റ്റ് കസ്റ്റമർ ഡെലിവറി കോസ്റ്റ്. കസ്റ്റമർ ഡെലിവറി കോസ്റ്റ് സെമി വേരിയബിൾ കോസ്റ്റ് ആണെന്ന് പറയുന്നു. ആൻഡ് ആ വേരിയബിൾ എലമെന്റ് റിലേറ്റ്സ് ടു ഫ്യൂവൽ വിച്ച് ഇസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ബൈ 10%. അപ്പം കസ്റ്റമർ ഡെലിവറി കോസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കോസ്റ്റുകളും 5% നെക്സ്റ്റ് ഇയറിലേക്ക് ഇൻക്രീസ് ആവും. ഈ കോസ്റ്റ് മാത്രം സെമി വേരിയബിൾ ആണ്. അതിൽ വേരിയബിൾ എമൗണ്ട് 10% ഇൻക്രീസ് ആവും. ദ ഫിക്സഡ് എലമെന്റ് ഇസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ബൈ 5%. ഫിക്സഡ് എലമെന്റ് 5% ഇൻക്രീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന കസ്റ്റമർ ഡെലിവറി കോസ്റ്റ് 2 ആക്ടിവിറ്റി ലെവലിൽ തന്നിരിക്കുകയാണ്. അതായത് 1300 ആണ് കസ്റ്റമർ ഡെലിവറി എങ്കിൽ വരുന്ന ടോട്ടൽ ഡെലിവറി കോസ്റ്റ് ഉണ്ട്. 800 ആണെങ്കിൽ അവിടെ വരുന്ന ടോട്ടൽ ഡെലിവറി കോസ്റ്റ് ഉണ്ട്. അതായത് സ്പെസിഫിക്കലി എത്രയാണ് അവിടുത്തെ വേരിയബിൾ കോസ്റ്റ് എന്നോ ഫിക്സഡ് കോസ്റ്റ് എന്നോ തന്നിട്ടില്ല. പകരം 2 ആക്ടിവിറ്റി ലെവലിൽ 2 പോയിന്റിൽ വരുന്ന കോസ്റ്റുകൾ തന്നു. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ഫിക്സഡ് വേരിയബിൾ എലമെന്റ്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
അതിനാണ് നമ്മൾ ഹൈലോ മെത്തേഡ് പഠിച്ചിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നു ദ ആവറേജ് ഓർഡർ സൈസ് ഫോർ കസ്റ്റമേഴ്സ് ഇസ് 40 ടയേഴ്സ് ഫോർ കോൾ 40 ടയേഴ്സ് ആൻഡ് കമ്പനി അറേഞ്ചസ് എ സ്പെസിഫിക് ഡെലിവറി ഫോർ ഈച്ച് കസ്റ്റമർ ഓർഡർ. അപ്പം നമ്മൾ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുമ്പം ഒരു ഡെലിവറി എന്ന് പറയുന്നതിനകത്ത് 40 ടയേഴ്സ് 40 യൂണിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് 40 യൂണിറ്റ്സ് ആണ്. ദെൻ ഇത് കൂടാതെ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആനുവൽ സെയിൽസ് തന്നിട്ടുണ്ട്. രണ്ട് പ്രൊഡക്റ്റിന്റെയും എക്സ്പെക്ടഡ് സെയിൽസ് വോളിയം തന്നിട്ടുണ്ട്. അതുപോലെ ഓപ്പണിംഗ് ഇൻവെന്ററി ലെവൽസ് ഓഫ് ടയേഴ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് ഓൺ 1st January 2001 ആർ ആസ് ഫോളോസ്. ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ എത്രയാണ് ഓപ്പണിംഗ് ഇൻവെന്ററി ഉള്ളത്? ഓൾറെഡി പ്രൊഡക്ഷൻ കഴിഞ്ഞ യൂണിറ്റ്സ് 3600 2400 വെച്ചിട്ടുണ്ട്. ദെൻ കമ്പനീസ് ഇൻവെന്ററി പോളിസി ഫോർ 2002 ഇസ് ടു ഹോൾഡ് ഇനഫ് ഇൻവെന്ററി ഓഫ് ടയേഴ്സ് ടു മീറ്റ് ദ നെക്സ്റ്റ് മന്ത്സ് സെയിൽസ് ഡിമാൻഡ്. നമ്മൾ ഇപ്പോഴും ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്തിന്റെ ഡിമാൻഡ് എന്താണോ, അതായത് ഒരു മാസത്തെ ഡിമാൻഡ് എന്താണോ അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഇൻവെന്ററി ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ദി ഫോർകാസ്റ്റ് ആനുവൽ സെയിൽസ് ഫോർ 2001 ആർ എക്സ്പെക്ടഡ് ടു ബി ദ സെയിം ഇൻ 2002 ആൻഡ് വിൽ ഒക്കർ ഈവൻലി ഓവർ ദി ഇയർ. 2002ലേക്ക് വരുമ്പം അവിടുത്തെ ഫോർകാസ്റ്റ് ആനുവൽ സെയിൽസും സെയിം തന്നെയാണ്. ദെൻ batch sizes are 200 for basic and 450 for sport and 450 for sport and quality control checks takes place on every 50th tire. ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ബേസിക്കിന്റെ ബാച്ച് സൈസ് എന്ന് വെച്ചാൽ ഒരു ബാച്ചിൽ വരുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് 200ഉം സ്പോർട്ടിൽ അത് 450 ആണ്. പിന്നെ നമ്മൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ചെയ്യുന്ന എവരി 5th ഐറ്റം. അപ്പം ഓരോ 50 യൂണിറ്റ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. Every time a batch is complete, the machine used for manufacturing them needs to be set up again for the next batch. ഓരോ തവണ പ്രൊഡക്ഷൻ കഴിഞ്ഞാലും നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? അടുത്ത പ്രൊഡക്ഷന് വേണ്ടി ഇത് സെറ്റപ്പ് ചെയ്യണം. ഇൻ 2010 the number of material orders and stores requisitions was as follows. പ്രീവിയസ് ഇയറിലെ നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡേഴ്സും നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻസും ടോട്ടൽ തന്നു. ഇങ്ങനെ പറയുന്നു കമ്പനി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഓർഡറിംഗ് സിസ്റ്റം സെവറൽ വീക്സ് അഗോ ആൻഡ് ദി എക്സാക്ട് എഫക്ട് ഓഫ് ദിസ് ഇസ് നോട്ട് known yet. The company estimates that there is 50% probability it will reduce by 30% and 50% probability that it will reduce by 20%. അപ്പൊ ഇങ്ങനെയാണ് മെറ്റീരിയൽ ഓർഡറിന്റെ കാര്യത്തിൽ നമ്മളൊരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നതുകൊണ്ട് നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡേഴ്സ് കുറയാൻ ചാൻസ് ഉണ്ട്. 50% പ്രോബിലിറ്റി അത് 30% കുറയാനും അതുപോലെ 50% പ്രോബിലിറ്റി അത് 20% കുറയാനും. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ഓർഡേഴ്സിന്റെ നമ്പർ കുറയും. എത്ര കുറയും? ചിലപ്പോൾ 30% കുറയാം, ചിലപ്പോൾ 20% കുറയാം. രണ്ടിനും ഈക്വൽ ചാൻസ് ആണ്. ഇത് കൂടാതെ അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റോഴ്സ് റിക്വസിഷൻ നമ്പേഴ്സ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു ചേഞ്ച്. സ്റ്റോഴ്സ് റിക്വസിഷൻസ് പ്രീവിയസ് ഇയറിൽ എത്രയാണോ അത് തന്നെയാണ് നെക്സ്റ്റ് ഇയറിലേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് അവിടുത്തെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ് ആണ്. പ്രീവിയസ് ഇയറിന്റെ ഡാറ്റയുണ്ട്, നെക്സ്റ്റ് ഇയറിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലെ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഇയർ മാറിപ്പോകണ്ട. 31st December 2001. അപ്പം ആ ഒരു ഇയറിലേക്ക് വരുന്ന ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യണം. ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് അവർ തന്നിട്ടുണ്ട്. ആ ഒരു ടെംപ്ലേറ്റ് തന്നെ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ആൻസറിലേക്ക് വരാണ്. അപ്പോൾ ആൻസറിൽ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു ടെംപ്ലേറ്റ് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവരുന്നു. നമുക്ക് ബേസിക് സ്പോട്ട് എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ട്സും ടോട്ടലും ഉണ്ട്. ഇതിന്റെ ഓരോന്നിന്റെയും കോസ്റ്റുകളാണ് നമുക്ക് വേണ്ടത്. ഇതൊന്നും ഒറ്റയടിക്ക് ചിലപ്പോൾ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇതിനെല്ലാം സെപ്പറേറ്റ്ലി എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും? വർക്കിംഗ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും സേഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓരോ കോസ്റ്റിനും സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട്സ് ആദ്യമേ പ്രിപ്പയർ ചെയ്തിട്ടേക്കുക, ഹെഡിങ്സ് കൊടുത്തിട്ടേക്കുക. ഇനി 1 by 1 നമുക്കിത് ചെയ്തു നോക്കാം. അപ്പം ഇത് ചെയ്യുമ്പം കുറേ കോസ്റ്റുകൾ ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ചിലത് യൂണിറ്റ്സിന്റെ ബേസിസിൽ, ചിലത് ഓർഡേഴ്സിന്റെ ബേസിസിൽ, സെറ്റപ്സിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും ഇത് ഇൻകർ ചെയ്യുക. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് എത്ര യൂണിറ്റ്സ് വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് തന്നിട്ടില്ല. നമ്മൾ ക്വസ്റ്റനിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രൊഡക്റ്റിന്റെയും സെയിൽസ് ആണ് തന്നിരിക്കുന്നത്. എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യണം, പിന്നെ ഓപ്പണിംഗ് ഇൻവെന്ററി, ക്ലോസിംഗ് ഇൻവെന്ററി എങ്ങനെ കണ്ടുപിടിക്കാം അതും തന്നു. അപ്പൊ നമുക്കറിയേണ്ടത് എത്ര യൂണിറ്റ്സ് ആണ് നെക്സ്റ്റ് ഇയറിൽ ഇൻ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഓരോ പ്രൊഡക്റ്റും. അത് ആദ്യം കണ്ടുപിടിക്കണം. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കണ്ടുപിടിക്കണം.
അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് എത്ര സെയിൽ ചെയ്യണം എന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ ബേസിക്കും സ്പോർട്ടും കൃത്യമായിട്ട് പറഞ്ഞു 60,000ഉം 45,000ഉം. ഇത്രയും യൂണിറ്റ്സ് സെയിൽ ചെയ്യണം. പിന്നെ ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ 2001ന്റെ ഓപ്പണിംഗിൽ 3600ഉം 2400ഉം ഇത്രയും ഓപ്പണിംഗ് ഇൻവെന്ററി ഉണ്ട്. പിന്നെ 2001ന്റെ എൻഡിൽ എത്ര ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ടാവും? അപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി എങ്ങനെയാണ്? ക്ലോസിംഗ് ഇൻവെന്ററിയുടെ പോളിസി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലെ ഡിമാൻഡ് എന്താണോ, അല്ലെങ്കിൽ സോറി നെക്സ്റ്റ് മന്തിലെ ഡിമാൻഡ് എന്താണോ അതിന് വേണ്ട എമൗണ്ട് ഇൻവെന്ററി ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം 2001ന്റെ എൻഡിലേക്ക് വരുമ്പം 2002ന്റെ ഫസ്റ്റ് മന്തിലെ എക്സ്പെക്ടഡ് സെയിൽസ് എന്താണോ അതായിരിക്കും നമ്മൾ എന്തായിട്ട് കീപ്പ് ചെയ്യുക, ഇൻവെന്ററി ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അവർ പറഞ്ഞു 2002ലും സെയിം ഡിമാൻഡ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബേസിക്കിന്റെ കാര്യത്തിൽ ഒരു വർഷം 60,000 യൂണിറ്റ്സ് ആണെങ്കിൽ ഒരു മാസം വേണ്ട യൂണിറ്റ്സ് എത്രയായിരിക്കും? 60,000 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ ഒരു മാസത്തെ യൂണിറ്റ്സ് കിട്ടി. അതായിരിക്കും നമ്മൾ ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ട് കീപ്പ് ചെയ്യുക. സ്പോട്ടിലേക്ക് വന്നാൽ 45,000 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ഒരു വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ 12 ചെയ്താൽ ഒരു മാസത്തെ കിട്ടി. അത് 3,750 ആയിരിക്കും. ഇതായിരിക്കും നമുക്ക് വരുന്ന ക്ലോസിംഗ് ഇൻവെന്ററി. അപ്പൊ സെയിൽസ് ഡയറക്ട്ലി തന്നു, ഓപ്പണിംഗ് ഇൻവെന്ററി തന്നു. ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് 1 മന്തിന്റെ സെയിൽ എന്താണോ അതാണ് എടുക്കുന്നത്. അപ്പം 1 ഇയറിലെ സെയിൽ നമുക്കറിയാം, അത് വെച്ച് 1 മന്തിലെ സെയിൽ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സെയിൽ ചെയ്യാനുള്ള യൂണിറ്റ്സ് 60,000 പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. -3,600 ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്ക് മൈനസ് ചെയ്യാം, അത് ഓൾറെഡി കയ്യിലുള്ളതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ട. പക്ഷെ ക്ലോസിംഗിലേക്ക് വേണ്ട യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ രണ്ടിലും നമുക്ക് വരുന്ന പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബേസിക്കും സ്പോട്ടും ഇത്ര യൂണിറ്റ്സ് വെച്ചായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. അപ്പം അവിടെ യൂസ് ചെയ്ത ഇക്വേഷൻ സെയിൽസ് മൈനസ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് എന്നുള്ള ഇക്വേഷൻ ആണ്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് കിട്ടി. ഇനി നമ്മൾ ബാച്ചസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാച്ച് സൈസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ബാച്ച് സൈസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷന്റെ ബാച്ച് സൈസ് 200ഉം 450 ആണ്. 200 ആൻഡ് 450. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന നമ്പർ ഓഫ് ബാച്ചസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബേസിക് ആണെങ്കിൽ 61,400 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു ബാച്ചിൽ 200 യൂണിറ്റ്സ് ആണ്. അപ്പം നമ്പർ ഓഫ് ബാച്ചസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അത് ഡിവൈഡ് ചെയ്താൽ മതി. 307 ബാച്ചസ് എന്ന് വരും. സ്പോട്ടിലേക്ക് വരുമ്പം 103 എന്ന് വരും. അങ്ങനെ ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ബാച്ചസ് വരിക 410. അപ്പം ഇത് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ള കോസ്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു വർക്കിംഗ് നോട്ട് ആദ്യമേ എടുത്തത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര എത്ര ബാച്ചുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇത് ക്ലിയർ ആണോ? ഇനി ഇത് ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ഇനി ആദ്യം നമുക്ക് വരേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഓർഡറിംഗ് കോസ്റ്റ് ആണ്. മെറ്റീരിയൽ ഓർഡറിംഗ് കോസ്റ്റ് എത്ര വരും? ഇപ്പം ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ഓർഡറിംഗ്. അപ്പൊ അടുത്ത വർഷത്തേക്ക് എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. മെറ്റീരിയൽ നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡേഴ്സ് പ്രീവിയസ് ഇയറിൽ 1,800 1,460 ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് സംഭവിക്കും? അതിൽ ഇൻക്രീസ് ഉണ്ടാവും, ഡിക്രീസ് ഉണ്ടാവും. എത്രയാണ് ഡിക്രീസ്? ചിലപ്പോൾ 30% അല്ലെങ്കിൽ 20%. രണ്ടിനും ഈക്വൽ ചാൻസ് ആണ്. അപ്പം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല 30 വരും 20 വരും. ഈക്വൽ ചാൻസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ആവറേജ് എടുത്താൽ പോരെ. ആവറേജ് ഡിക്രീസ് എത്രയായിരിക്കും അത് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോബബിൾ ഡിക്രീസ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ചിലപ്പം 30% ഡിക്രീസ് വരാം. അങ്ങനെയല്ലേ പറയുന്നത്? 30% ഡിക്രീസ് വരാം. അതിന്റെ പ്രോബബിലിറ്റി 0.5 പ്ലസ് 20% വരാം. 20% വരാനുള്ള പ്രോബബിലിറ്റി 0.5. അപ്പോൾ 30യുടെയും 20യുടെയും കറക്റ്റ് ആവറേജ് എടുത്താൽ 25 എന്ന് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം മെറ്റീരിയൽ നമ്പർ ഓഫ് മെറ്റീരിയൽ ഓർഡേഴ്സ് നെക്സ്റ്റ് ഇയറിലേക്ക് റെഡ്യൂസ് ആവും എന്ന് പറഞ്ഞു. 30യും 20യും പറഞ്ഞു അവർ. അതിന്റെ ആവറേജ് നമ്മൾ എടുത്തു. 50% ആയതുകൊണ്ട് അതിന്റെ ആവറേജ് എടുത്തു. അപ്പൊ 25 ആയിരിക്കും ആവറേജ് ഡിക്രീസ് ഉണ്ടാവുക. ആവറേജ് ഡിക്രീസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന ഓർഡേഴ്സ് കണ്ടുപിടിക്കുക. എത്ര ഓർഡേഴ്സ് നെക്സ്റ്റ് ഇയറിലേക്ക് വരും? അപ്പോൾ പ്രീവിയസ് ഇയറിൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നത് 1,800ഉം 1,460 ആണ്. ഇനി ഡിക്രീസ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 25% ആയിരിക്കും. അപ്പൊ ഇതിന്റെ 25% കുറയും. പ്രീവിയസ്
സോറി. പ്രീവിയസ് ഇയറിലെ നമ്പർ ഓഫ് ഓർഡേഴ്സ് അറിയാം. അതിൽ നിന്ന് 25% ഡിക്രീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഡിക്രീസ് ആയതുകൊണ്ട് അത് മൈനസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് എടുക്കുന്നു. നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടി. ഇനി ഓരോ ഓർഡറിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ കോസ്റ്റ് പെർ ഓർഡർ, മെറ്റീരിയൽ ഓർഡർ ആണ്. മെറ്റീരിയൽ ഓർഡറിന്റെ കോസ്റ്റ് 80 ആണ് പ്രീവിയസ് ഇയറിൽ. പക്ഷെ നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് സംഭവിക്കും? അതിന്റെ മേലെ 5% ഇൻക്രീസ് ഉണ്ടാവും. ഇപ്പോൾ കോസ്റ്റ് പെർ ഓർഡർ എന്ന് പറയുന്നത് 80 ആയിരുന്നു. 80യുടെ മേലെ 5% ഇൻക്രീസ്. അപ്പൊ അതിന്റെ 105% എടുത്താൽ മതി. 5% ആഡ് ചെയ്തിട്ട് 105%. സ്പോട്ടിലേക്ക് വരുമ്പോഴും കോസ്റ്റ് പെർ മെറ്റീരിയൽ ഓർഡർ 80 ആണ്, 5% ഇൻക്രീസ് ആണ്. അപ്പൊ ഇത് 84 ആവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ബേസിക്കിലേക്ക് വരുമ്പം അടുത്ത വർഷം 1350 ഓർഡേഴ്സും ഒരു ഓർഡറിന് 84 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കോസ്റ്റ്. അതേ രീതിയിൽ സ്പോട്ടിന്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടലും എടുക്കുന്നു. ക്ലിയർ ആണോ? മെറ്റീരിയൽ ഓർഡറിംഗ് കോസ്റ്റ്. നെക്സ്റ്റ് ഇയറിലെ നമ്പർ ഓഫ് ഓർഡേഴ്സ് കണ്ടുപിടിക്കുന്നത്, അതായത് കോസ്റ്റ് ഡ്രൈവറും ഒ ആറും എടുത്ത് നമ്മൾ ആ കോസ്റ്റിലേക്ക് എത്താണ്. നെക്സ്റ്റ് ഇയറിലെ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന കോസ്റ്റ് പെർ ഓർഡർ കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും വെച്ച് നെക്സ്റ്റ് ഇയറിലേക്കുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ചോദിക്കണേ. ഏതെങ്കിലും ഒരു എമൗണ്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം. മെറ്റീരിയൽ ഓർഡറിംഗ് കോസ്റ്റ് ക്ലിയർ ആണോ? അപ്പൊ നമുക്കത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. മെയിൻ ആൻസറിലേക്ക് മെറ്റീരിയൽ ഓർഡറിംഗ് കോസ്റ്റ് വരുന്നത് ക്ലിയർ അല്ലേ? അടുത്ത കോസ്റ്റ് സ്റ്റോഴ്സ് റിക്വസിഷൻ കോസ്റ്റ് ആണ്. അപ്പം സ്റ്റോഴ്സ് റിക്വസിഷന്റെ കാര്യത്തിൽ ഒരു റിക്വസിഷന് വരുന്ന കോസ്റ്റ് അവർ തന്നിട്ടുണ്ട്. പിന്നെ എത്ര റിക്വസിഷൻ ആണ്, പ്രീവിയസ് ഇയറിലെ എമൗണ്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് സ്റ്റോഴ്സ് റിക്വസിഷൻ ചേഞ്ചസ് ഒന്നും ഇല്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ഇയറിലെ നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ അതേ നമ്പേഴ്സ് തന്നെ, 6400 ആൻഡ് 4240. കോസ്റ്റ് പെർ സ്റ്റോഴ്സ് റിക്വസിഷൻ. അപ്പം പ്രീവിയസ് ഇയറിലെ കോസ്റ്റ് എന്ന് പറയുന്നത് 14 ആണ്. നെക്സ്റ്റ് ഇയറിലേക്ക് എന്ത് ചെയ്യും? 5% ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ 14ന്റെ മേലെ 5% ആഡ് ചെയ്തെടുക്കുന്നു. അതേ എമൗണ്ട് തന്നെ ഇവിടെയും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബേസിസിൽ നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 6000 ഉണ്ട്, ഇൻറ്റു ഓരോന്നിനും 14.7. ടോട്ടൽ വരുന്നത് ഈ എമൗണ്ട് ആയിരിക്കും. ക്ലിയർ ആണോ? സ്റ്റോഴ്സ് റിക്വസിഷൻ, നമ്മുടെ സ്റ്റോഴ്സ് റിക്വസിഷൻസ് എത്രയാണെന്ന് നോക്കി, ഒരു റിക്വസിഷന്റെ കോസ്റ്റ് നോക്കി, അങ്ങനെ സ്റ്റോഴ്സ് റിക്വസിഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അടുത്തത് മെഷീൻ സെറ്റപ്പ് കോസ്റ്റ്. മെഷീൻ എത്ര തവണ സെറ്റപ്പ് ചെയ്യുന്നുള്ളതനുസരിച്ചായിരിക്കും കോസ്റ്റ് വരിക. അപ്പോൾ കോസ്റ്റ് പെർ മെഷീൻ സെറ്റപ്പ് തന്നിട്ടുണ്ട്. എത്ര മെഷീൻ സെറ്റപ്സ് വേണ്ടി വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മെഷീൻ സെറ്റപ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കുക. അത്രയും തവണ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അപ്പം നമ്പർ ഓഫ് ബാച്ചസ് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്പർ ഓഫ് ബാച്ചസ് വരുന്നത് 307ഉം 103 ആണ് നമ്പർ ഓഫ് ബാച്ചസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സെറ്റപ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്ര തവണ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും തവണ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. ഇനി ഒരു തവണ സെറ്റപ്പ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് എത്രയായിരിക്കും? ഒരു തവണ സെറ്റപ്പ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്, പ്രീവിയസ് ഇയറിൽ കോസ്റ്റ് പെർ മെഷീൻ സെറ്റപ്പ് 120 ആണ്. അതിന്റെ മേലെ 105%. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര സെറ്റപ്സ് ആണെന്ന് അറിയാം, ഇൻറ്റു ഒരു സെറ്റപ്പിന്റെ കോസ്റ്റ്.
ഇതായിരിക്കും മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് വരിക. എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, അത്രയും മെഷീൻ സെറ്റപ്സ് ഉണ്ടാവും. ഒരു മെഷീൻ സെറ്റപ്പിന്റെ കോസ്റ്റ് നമുക്കറിയാം, അത് വെച്ച് എന്ത് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അടുത്ത് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ കോസ്റ്റ്. ക്വാളിറ്റി ഇൻസ്പെക്ഷന്റെ കാര്യത്തിൽ ഒരു ഇൻസ്പെക്ഷന് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്ര ഇൻസ്പെക്ഷൻസ് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പം അവർ പറഞ്ഞിട്ടുണ്ട് ഇൻസ്പെക്ഷൻ നടക്കുന്ന എപ്പോഴാണ്, എവറി 50th യൂണിറ്റിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ബാച്ച് ഉണ്ടെന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് നമ്പർ ഓഫ് ബാച്ചസ് വരുന്നത് 307 103 ആണ്. ഇനി ഒരു ബാച്ചിൽ എത്ര ഇൻസ്പെക്ഷൻസ് വരും? അപ്പം ഒരു ബാച്ചിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്? ഒരു ബാച്ചിൽ വരുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് 200 ആണ്. ഡിവൈഡഡ് ബൈ 50 യൂണിറ്റ്സ് ആകുമ്പോഴല്ലേ നമ്മൾ ഒരു 50 യൂണിറ്റ്സ് വരുമ്പോഴാണ് നമ്മൾ ഒരു തവണ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. അപ്പം ഒരു ബാച്ചിൽ 200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 4 വട്ടമായിരിക്കും ഉണ്ടാവുക ഇൻസ്പെക്ഷൻ ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 50th യൂണിറ്റിലാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പം ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ 200 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ 4 വട്ടമല്ലേ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടാവുക. ആ ഒരു ലോജിക്. അപ്പോൾ അതുപോലെ സ്പോട്ടിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നു. സ്പോട്ടിലേക്ക് വരുമ്പം ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ 450 യൂണിറ്റ്സ് ആണ്, ഡിവൈഡഡ് ബൈ 50. അപ്പോൾ അവിടെ 9 ഇൻസ്പെക്ഷൻസ് ആയിരിക്കും ഒരു ബാച്ചിൽ നടത്തിയിട്ടുണ്ടാവുക. 50th യൂണിറ്റിലാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ എത്ര യൂണിറ്റ്സ് മൊത്തം ഒരു ബാച്ചിലുണ്ടോ അതിനനുസരിച്ച് അത്രയും നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻസ് വരും. ഇനി ഇതിന്റെ ബേസിൽ ടോട്ടൽ ഓരോ പ്രൊഡക്റ്റിലും വരുന്ന ടോട്ടൽ ഇൻസ്പെക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബാച്ചിൽ ഇത്രയാണെങ്കിൽ ടോട്ടൽ എത്ര ഇൻസ്പെക്ഷൻ വരും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഒരു ഇൻസ്പെക്ഷന്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കുന്നു. ഒരു ഇൻസ്പെക്ഷന്റെ കോസ്റ്റ് 260 ആയിരുന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് 5% ഇൻക്രീസ് ഉണ്ട്. 260യുടെ മേലെ 5% ആഡ് ചെയ്തെടുക്കുന്നു. ഇതിന്റെയും ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ഇൻസ്പെക്ഷൻ ആണെന്ന് നോക്കുക, ഇൻറ്റു ഒരു ഇൻസ്പെക്ഷന്റെ കോസ്റ്റ്. ഇതായിരിക്കും ക്വാളിറ്റി ഇൻസ്പെക്ഷൻ കോസ്റ്റ് വരുന്നത്. ക്വാളിറ്റി ഇൻസ്പെക്ഷൻ കോസ്റ്റ് കംപ്ലീറ്റ് ആയി. അടുത്ത് സെയിൽസ് ഓർഡർ കോസ്റ്റ് ആണ്. അപ്പം ഒരു ഓർഡറിന് വരുന്ന കോസ്റ്റ് 46 ആണെന്ന്. അപ്പോൾ എത്ര സെയിൽസ് ഓർഡർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. സെയിൽസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു തവണ കസ്റ്റമർക്ക് ഓർഡർ കൊടുക്കുമ്പം ഒരു ഓർഡർ എന്ന് പറയുന്നത് കസ്റ്റമർക്ക് വരുന്ന ഒരു ഓർഡറിന്റെ സൈസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ എത്ര ഓർഡേഴ്സ് ഉണ്ട് എന്നുള്ളത് അതിന്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പം സെയിൽസ് വരുന്നത്, സെയിൽസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. എത്ര യൂണിറ്റ്സ് ആണ് സെയിൽസ് എന്ന് നോക്കുക. രണ്ട് പ്രൊഡക്റ്റിന്റെയും സെയിൽസ് വരുന്നത് 60,000 45,000. ഇനി ഒരു ഓർഡറിൽ എത്ര ടയേഴ്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട്? സെയിൽ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഓർഡറിൽ 40 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഓർഡേഴ്സ് നമ്മൾ കൊടുക്കും? ഇപ്പൊ 60,000 യൂണിറ്റ്സ് കൊടുക്കണം. ഒരു ഓർഡറിൽ 40 യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇത്രയും ഓർഡേഴ്സ് ആയിരിക്കും കൊടുക്കുക. ഇനി ഒരു ഓർഡറിന്റെ കോസ്റ്റ്, പ്രീവിയസ് ഇയറിലെ ഒരു ഓർഡറിന്റെ കോസ്റ്റ് 46 ആണ്. അതും 5% ആഡ് ചെയ്തെടുക്കണം. 46 ഇൻറ്റു 105%. ഇതിന്റെ ബേസിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എടുക്കാം. ടോട്ടൽ ഓർഡേഴ്സ് ഉണ്ട്, ഒരു ഓർഡറിന്റെ കോസ്റ്റ് ഉണ്ട്. ക്ലിയർ ആണോ കാൽക്കുലേഷൻ?
നെക്സ്റ്റ് വരുന്നത് ഡെലിവറി കോസ്റ്റ് ആണ്. ഡെലിവറി കോസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ഡെലിവറിക്ക് എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. പിന്നെ ആ ഡെലിവറി കോസ്റ്റിന്റെ കാര്യത്തിൽ ഇൻക്രീസ് വന്നിരിക്കുന്നത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും സെപ്പറേറ്റ്ലി അവർ പെർസെൻറ്റേജ് ഇൻക്രീസ് പറഞ്ഞിരിക്കണം. അപ്പോൾ അത് നോക്കി അതിനനുസരിച്ച് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ വേരിയബിൾ ഫിക്സഡ് കോസ്റ്റുകളൊക്കെ കണ്ടുപിടിക്കണം. എത്ര ഡെലിവറീസ് ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമ്പർ ഓഫ് ഡെലിവറീസ് 1300 800 ആണെങ്കിൽ അവിടെ വരുന്ന ഡെലിവറി കോസ്റ്റുകൾ ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ഫിക്സഡ് വേരിയബിൾ എമൗണ്ട്സ് എടുക്കാം. ഇപ്പം വേരിയബിൾ കോസ്റ്റ്, ഒരു ഓർഡറിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഡെലിവറി കോസ്റ്റിന്റെ കാര്യത്തിൽ. അപ്പോൾ ഹൈ ലോ മെത്തേഡ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1300 301 800 266. അപ്പം ഇതിന്റെ ഡിഫറൻസ് വെച്ചിട്ട് ആവറേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഹൈ ലോ മെത്തേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, നമ്മൾ മൊത്തം കോസ്റ്റിന്റെ ഡിഫറൻസ് എടുക്കും ഡിവൈഡഡ് ബൈ മൊത്തം യൂണിറ്റ്സിന്റെ അല്ലെങ്കിൽ ഡെലിവറീസിന്റെ ഡിഫറൻസ് എടുക്കുക. നമ്മൾ സാധാരണ ഹൈ ലോ മെത്തേഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഇക്വേഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കോസ്റ്റിന്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ യൂണിറ്റ്സിന്റെ ഡിഫറൻസ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റിൽ വന്ന ഡിഫറൻസ് ആദ്യം എടുക്കുകയാണ്. കോസ്റ്റിൽ വന്ന ഡിഫറൻസ് 301,000 മൈനസ് 266,000. ഇതാണ് കോസ്റ്റിലെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഓർഡറിലെ ഡിഫറൻസ് അല്ലെങ്കിൽ യൂണിറ്റ്സിലെ ഡിഫറൻസ് നോക്കുക. 1300 മൈനസ് 800. അപ്പം ഒരു ഓർഡറിന് വരുന്ന വേരിയബിൾ കോസ്റ്റ് പ്രീവിയസ് ഇയറിലാണ് പറഞ്ഞത്. പ്രീവിയസ് ഇയറിൽ ഒരു ഓർഡറിന് വന്ന വേരിയബിൾ കോസ്റ്റ് 70 ആയിരിക്കും. അതിങ്ങനെ കാൽക്കുലേറ്റ് ഹൈ ലോ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ ഓർഡർ കിട്ടി. പിന്നെ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കുക. ഫിക്സഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? കിട്ടിയ വേരിയബിൾ കോസ്റ്റ് വെച്ചിട്ട് ഇപ്പം 800 യൂണിറ്റ്സ് ആണെങ്കിൽ 800 ഡെലിവറി ആണെങ്കിൽ ഇതാണ് 266 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ വേരിയബിൾ എമൗണ്ട് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ 266 ഉണ്ട്. അതിൽ നിന്ന് വേരിയബിൾ എമൗണ്ട് മാറ്റുക. 800 ഓർഡറാണ്. ഒരു ഓർഡറിന് 70 വെച്ചിട്ടാണെങ്കിൽ എത്രയായിരിക്കും അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് വരിക? ഇപ്പോൾ 210,000 ആയിരിക്കും അവിടുത്തെ ഫിക്സഡ് കോസ്റ്റ് വരിക. ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് ഇത് എത്രയാവും? അപ്പം വേരിയബിൾ കോസ്റ്റ് പ്രീവിയസ് ഇയറിൽ 70, ഫിക്സഡ് കോസ്റ്റ് 210. നെക്സ്റ്റ് ഇയറിലേക്ക് ഫിക്സഡ് കോസ്റ്റ് എത്ര ഇൻക്രീസ് ഉണ്ട്? ഫിക്സഡ് കോസ്റ്റിൽ വന്നിരിക്കുന്ന ഇൻക്രീസ് 5% ആണ്. അപ്പൊ ഇതിന്റെ മേലെ 5% ആഡ് ചെയ്തെടുക്കുന്നു. ഫിക്സഡ് കോസ്റ്റിന് മേലെ 5% ആഡ് ചെയ്തെടുത്തു. പിന്നെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും രണ്ട് പ്രൊഡക്റ്റിലേക്കും സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിന് എത്രയാണ് ഡെലിവറീസ് എന്ന് നോക്കുക. അപ്പം നമ്പർ ഓഫ് ഡെലിവറീസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എത്ര ഡെലിവറി ഉണ്ടാവും? അപ്പം നേരത്തെ നമ്മൾ സെയിൽസ് ഓർഡർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്കറിയാം ഒരു ഓർഡറിൽ 40 ആണ്. അങ്ങനെ ടോട്ടൽ ഓർഡേഴ്സ് 1500 1125 ആണ്. അപ്പം അത്രയും ഡെലിവറീസ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കസ്റ്റമർ ഡെലിവറീസ് ഉണ്ടാവും. ഇനി ഒരു ഡെലിവറിക്ക് വരുന്ന കോസ്റ്റ് പ്രീവിയസ് ഇയറിൽ 70 ആയിരുന്നു. ഇപ്പൊ അതിന്റെ മേലെ എന്ത് ചെയ്യണം? ആ ഇൻക്രിമെന്റ് എമൗണ്ട് ആഡ് ചെയ്യണം. ഇൻക്രിമെന്റ് എമൗണ്ട് എത്രയാണ്? വേരിയബിൾ കോസ്റ്റിന്റെ മേലെ 10% ആണ് ഇൻക്രിമെന്റ് വരുന്നത്. അപ്പൊ അതിന്റെ 10% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. ഇനി ഇതിന്റെ ബേസിൽ ടോട്ടൽ ഡെലിവറി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ഡെലിവറി കോസ്റ്റിനകത്ത് വേരിയബിൾ കോസ്റ്റ് കിട്ടി. പിന്നെ ഫിക്സഡ് കോസ്റ്റ് ഇതേപോലെ പ്രൊഡക്റ്റ് വൈസ് ആഡ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ നമുക്കറിയാം നെക്സ്റ്റ് ഇയറിലേക്ക് 22 എന്നുള്ള എമൗണ്ട് ആയിരിക്കും വരിക. അത് പക്ഷേ ഒരു ഡെലിവറിക്ക് എത്രയാണെന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടൽ ഇത്ര ഡെലിവറീസ് ആണ്. അപ്പം ആവറേജ് ഒരു ഡെലിവറിക്ക് എത്രയായിരിക്കും കോസ്റ്റ് വരിക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെലിവറീസ് ചെയ്താൽ ഒരു ഡെലിവറിക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് രണ്ട് പ്രൊഡക്റ്റിന് വരുന്ന ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എടുക്കുക. അപ്പം ഒരു ഡെലിവറിക്ക് 84 ആണ്. അങ്ങനെ എത്ര ഡെലിവറി ഉണ്ട്? 1500 ഡെലിവറി ഉണ്ട് ഇവിടെ. ഇവിടെയും അതേ രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ടോട്ടൽ കോസ്റ്റ് എടുക്കാം. ടോട്ടൽ കോസ്റ്റ് എടുക്കുമ്പോൾ വേരിയബിൾ കോസ്റ്റും എടുക്കണം, ഫിക്സഡ് കോസ്റ്റും എടുക്കണം. ഇതായിരിക്കും അവിടെ വരുന്ന എമൗണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം. ഡെലിവറി കോസ്റ്റ് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാം.
ഇനി ടോട്ടൽ എമൗണ്ട് എടുക്കാം. രണ്ട് പ്രൊഡക്റ്റിലും വരുന്ന ടോട്ടൽ എമൗണ്ട്സ് ഇതായിരിക്കും. അതുപോലെ കമ്പനിക്ക് അല്ലെങ്കിൽ രണ്ട് പ്രൊഡക്റ്റിനും കൂടെ ടോട്ടൽ വരുന്ന എമൗണ്ട് ഇത്രയായിരിക്കും. ക്ലിയർ ആണോ കാൽക്കുലേഷൻ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഫസ്റ്റ് റിക്വേർഡ് കംപ്ലീറ്റ് ആയി. ഒന്നുകൂടെ ജസ്റ്റ് റിക്വേർഡ് വായിച്ചു നോക്കാം. യൂസിംഗ് ദി ടെംപ്ലേറ്റ് പ്രൊവൈഡഡ് കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റ് ഫോർ ഓവർ ഹെഡ്സ്. അപ്പം നമ്മൾ നോക്കി ബേസിക് സ്പോട്ട് ടോട്ടൽ എന്ന രീതിയിൽ ഓവർ ഹെഡ്സ് സെപ്പറേറ്റ്ലി എടുക്കണം. ഈ പറഞ്ഞ എല്ലാ ഓവർ ഹെഡ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ്ലി വർക്കിംഗ് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് റിക്വേർഡ് കംപ്ലീറ്റ് ആയി. കുറേ അധികം കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഇപ്പം മെയിൻ എക്സാമിന് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് ചില ചില അഡ്ജസ്റ്റ്മെന്റ്സ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ചിലത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, ചിലത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എപ്പോഴും നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് ആദ്യം ആദ്യം ചെയ്യുക. അപ്പം നമുക്ക് ആ ഒരു പ്രോഗ്രസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഭയങ്കര ടഫ് ആയിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റിലേക്ക് ചെയ്യുക. അല്ലാതെ എപ്പോഴും കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഓർഡറിൽ പ്രോപ്പർ ഫോർമാറ്റ് എല്ലാം പക്കയായിട്ട് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ പ്രാക്ടിക്കലി എക്സാമിന് ചെയ്യുന്ന സമയത്ത് ഇതേ ഓർഡറിൽ തന്നെ വരണം എന്നൊന്നുമില്ല. അപ്പം ആദ്യത്തെ കോസ്റ്റ് കിട്ടി, അത് കഴിഞ്ഞ് സെക്കൻഡ് കോസ്റ്റ്, അങ്ങനെ കറക്റ്റ് ഓർഡറിലൊന്നും ചിലപ്പോൾ പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെന്ന് വിചാരിക്കും ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈസി ആയിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലായ കാര്യങ്ങൾ ആദ്യം ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് ചിലപ്പം ഒരു ലാസ്റ്റത്തെ കോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ആദ്യമേ മനസ്സിലായത്. അപ്പോൾ അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക. അപ്പം കിട്ടുന്ന എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. ഒരിക്കലും ആ ഒരു ഓർഡറിൽ പോകണം എന്ന് വാശി പിടിക്കരുത്. അതായത് ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ കോസ്റ്റ് കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത കോസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത, അങ്ങനെ ഒരു ഓർഡറിൽ ഇപ്പോഴും പോകാൻ പറ്റില്ല എക്സാമിന്. അപ്പോൾ ഇപ്പോഴും ഈസി ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യുക, ആദ്യം ആദ്യം ചെയ്ത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലായത്, വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് റിക്വേർഡ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റിക്വേർഡിലേക്ക് വരാം. സെക്കൻഡ് റിക്വേർഡ് പറയുന്നത് എക്സ്പ്ലെയിൻ ത്രീ ഡിഫിക്കൽട്ടീസ് വിച്ച് കുഡ് ബി ഫേസ്ഡ് ബൈ എൻ ഓർഗനൈസേഷൻ വെൻ ഇംപ്ലിമെന്റിംഗ് ആൻ ആക്ടിവിറ്റി ബേസ്ഡ് ബഡ്ജറ്റിംഗ് സിസ്റ്റം. ABB ഇംപ്ലിമെന്റ് ചെയ്യുമ്പം ഇവിടെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്? അപ്പൊ ഇവിടെ ABB ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ജനറലി നമ്മൾ പറയുന്ന ഡിഫിക്കൽട്ടീസ്, ഒന്ന്, ABB ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ABC സിസ്റ്റം ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ഓവർ ഹെഡ്സും അതിൻ്റെ കോസ്റ്റ് ഡ്രൈവേഴ്സും ഐഡന്റിഫൈ ചെയ്യണം. ആ ഒരു കോസ്റ്റ് ഡ്രൈവർ ഐഡന്റിഫിക്കേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ABC പറയുന്ന ഒരു നെഗറ്റീവാണ്. കറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഡ്രൈവർ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ചില കോസ്റ്റുകൾക്ക് മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാം. അതുപോലെ ചില കോസ്റ്റുകൾക്ക് വളരെ ഫെയർ ആയിട്ടുള്ള കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എല്ലാ കോസ്റ്റുകൾക്കും കറക്റ്റ് കോസ്റ്റ് ഡ്രൈവേഴ്സ് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇഷ്യൂ അവിടെ വരാം നമ്മൾ ABB യൂസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ABB യൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എംപ്ലോയീസിന് ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. എല്ലാവർക്കും ABBയുടെ മെത്തേഡ്സോ കാര്യങ്ങളോ കോൺസെപ്റ്റ് പറയണമെന്നില്ല. അപ്പോൾ അഡീഷണൽ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡിലേക്ക് മാറുമ്പോൾ പലപ്പോഴും എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാം. മേ ബി നമ്മൾ ബഡ്ജറ്റിംഗ് മെത്തേഡ് മാറ്റുമ്പോൾ എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാം. അങ്ങനെ ഇവിടെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും 3 പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി, അവിടെ ഡിസ്കസ് ചെയ്താൽ മതി. അപ്പം ABCയുടെ ജനറൽ ആയിട്ടുള്ള ഡ്രോബാക്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ABBയിലേക്കും പറയാനായിട്ട് പറ്റും. ഡിഫിക്കൽട്ടീസ് ആണ് ചോദിച്ചിട്ടുള്ളൂ, പോസിറ്റീവ്സ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഡിഫിക്കൽട്ടീസ് മാത്രം 3 പോയിന്റ്സ് അവർ ഡിസ്കസ് ചെയ്താൽ മതി. എന്തൊക്കെ പറയാൻ പറ്റും? ഒന്ന്, കോസ്റ്റ് ഡ്രൈവർ സെലക്ഷൻ കോംപ്ലക്സ് ആണെന്നുള്ളത്. പിന്നെ മൾട്ടിപ്പിൾ കോസ്റ്റ് ഡ്രൈവേഴ്സ് വരാം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന്റെ സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവാം, അഡീഷണൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഞാനിപ്പം കീ പോയിന്റ്സ് പറഞ്ഞെന്നുള്ളൂ, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം അവിടെ എഴുതാൻ. ഓക്കെ ആണോ? അപ്പം ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റനിൽ വരുന്നത്. ദെൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എക്സാമിനർ ആൻസറും കൂടെ, ഇതേ ഫയലിൽ തന്നെ എക്സാമിനർ ആൻസേഴ്സ് ഉണ്ട്, അതും കൂടെ ഒന്ന് വായിച്ചു നോക്കണം. കാരണം കാൽക്കുലേഷൻ സൈഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, പക്ഷെ അവരുടെ പ്രസന്റേഷൻ കുറച്ചുകൂടെ എന്താ പറയാ, ഷോർട്ട് ആയിട്ടായിരിക്കും ചിലപ്പോൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മളെ സംബന്ധിച്ച് എല്ലാം നമ്മൾ എക്സലിൽ ചെയ്യുന്നു, നമ്മൾ കറക്റ്റ് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എക്സാമിന്റെ ആൻസറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഷോർട്ട് ആയിട്ടുള്ളൊരു
പ്രസന്റേഷൻ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പിന്നെ ബി പാർട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എക്സാമിൻ്റെ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ആൻസർ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കുക. ഇതേ കാര്യം തന്നെ, ഇതേ പോയിന്റ്സ് തന്നെ, ബട്ട് അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇതേ പേപ്പറിൽ തന്നെ, ക്വസ്റ്റനിൽ തന്നെ അതിന്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിന്റെ ആൻസേഴ്സ് ഉണ്ട്. ഇത് ക്ലിയർ അല്ലേ? ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് വന്ന ടോപ്പിക്സ് ABB വന്നിട്ടുണ്ട്, ABC വന്നിട്ടുണ്ട്, ബഡ്ജറ്റിംഗ്, ജനറൽ ബഡ്ജറ്റിംഗ് വന്നിട്ടുണ്ട്, പിന്നെ ഹൈലോ മെത്തേഡ് വന്നിട്ടുണ്ട്. ഇത്രയും ടോപ്പിക്സ് അവിടെ കണക്ട് ചെയ്ത് വന്നു. ഇനി ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. EHT എന്ന് പറയുന്ന വാല്യൂ ഫോർ മണിയുടെ ഒരു ക്വസ്റ്റ്യൻ. അതിലേക്ക് വരാം. ഡിഫൈൻ എക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്, 3 E's ഇൻ എ വാല്യൂ ഫോർ മണി കോണ്ടെക്സ്റ്റ്. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എക്കോണമി, എന്താണ് എഫിഷ്യൻസി, എന്താണ് എഫക്റ്റീവ്നെസ് എന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത്, വാല്യൂ ഫോർ മണി കോണ്ടെക്സ്റ്റിൽ എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. 3 മാർക്സ് ഉള്ളപ്പം എക്കോണമി 1 മാർക്ക്, എഫിഷ്യൻസി 1 മാർക്ക്, എഫക്റ്റീവ്നെസ് 1 മാർക്ക് എന്ന രീതിയിൽ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന ഡെഫിനേഷൻ കാര്യങ്ങൾ അവിടെ ഡിഫൈൻ ചെയ്താൽ മതി. അതുപോലെ തന്നെ സെക്കൻഡ് റിക്വയർഡ് വരുന്ന എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കമ്പനി യൂസ് എ ബാലൻസ്ഡ് മിക്സ് ഓഫ് പെർഫോമൻസ് മെഷേഴ്സ് അക്രോസ് ദി 3 E's. ഇത് സിനാരിയോ സ്പെസിഫിക് ആയിട്ടാണ്. അതായത് എന്തുകൊണ്ടാണ് EHT എന്ന് പറയുന്ന കമ്പനിക്ക് ബാലൻസ്ഡ് മിക്സ് ഓഫ് മെഷേഴ്സ് വേണം 3 E'സിൽ, എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്, ഇത് 3 മെഷർ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. പിന്നെ റിക്വയർഡ് B, ഡിസ്കസ് ദി പെർഫോമൻസ് ഓഫ് ദി 3 ഹോസ്പിറ്റൽസ് യൂസിങ് ദ പെർഫോമൻസ് ഡാറ്റ പ്രൊവൈഡഡ്. തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് അവിടുത്തെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ നോട്ടിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യൂസ് ദി ഹെഡിങ്സ് എക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ടു സ്ട്രക്ചർ യുവർ ആൻസർ. നമ്മൾ ആൻസർ കൊടുക്കുന്ന സമയത്ത് എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യണം. റിക്വയർഡ് C, ഡിസ്കസ് 2 challenges company might face when measuring the performance of its overall objective. കമ്പനി ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്, അതാണ് റിക്വയർഡ് C. അങ്ങനെ ഇൻ ടോട്ടൽ 20 മാർക്ക്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻസ് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. അപ്പൊ ഞാൻ ആൻസർ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഇങ്ങനെയാണ്. EHT എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ട്രസ്റ്റ് ആണ്. അവിടെ നമ്മൾ 3 ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നുണ്ട്. ആ ഒരു കൺട്രിയിൽ 3 ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നുണ്ട്. മിഡ് ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ് 3 ഹോസ്പിറ്റൽസ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ EHTയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ടോപ്പ് ക്വാളിറ്റി മെഡിക്കൽ സർവീസസ് വിച്ച് ആർ ക്വിക്ക് ടു ആക്സസ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എക്സലന്റ് പേഷ്യന്റ് കെയർ. ഇതാണ് കമ്പനിയുടെ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്തിനാണ് കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ റീസൺ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പനീസ് ഫണ്ടഡ് ബൈ ദി ഗവൺമെന്റ് ആൻഡ് ഡസ് നോട്ട് ചാർജ് പേഷ്യൻസ് ഫോർ ദ സർവീസസ് വിച്ച് ഇൻക്ലൂഡ് പേഷ്യന്റ് റെഫറൽ ബൈ എ ഡോക്ടർ ആൻഡ് എമർജൻസി ട്രീറ്റ്മെന്റ്. അപ്പോൾ EHTയുടെ ഫണ്ട് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഗവൺമെന്റിൽ നിന്നാണ്. പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിക്കുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. In recent years, government expenditure has been significantly higher than tax revenues and the government is trying to reduce public spending. അപ്പം ഗവൺമെന്റ് പബ്ലിക് സ്പെൻഡിങ് റെഡ്യൂസ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ EHTയുടെ ഫണ്ടിങ്ങും കുറഞ്ഞു. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഫണ്ടിന്റെ എമൗണ്ട് കുറച്ചു, ഗവൺമെന്റ് കുറച്ചു. കമ്പനീസ് ചീഫ് എക്സിക്യൂട്ടീവ് ഹാസ് റേസ്ഡ് കൺസേൺസ് ദാറ്റ് ദിസ് funding cuts could lead to a reduction in the number of staff employed at the hospital, which may affect the quality of care. അപ്പം ഗവൺമെന്റ് ഫണ്ടിങ് കുറച്ചതുകൊണ്ട് അവിടുത്തെ ഒരു കൺസേൺ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്ന കൺസേൺ ഇതാണ്, ഫണ്ടിങ് കുറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റാഫ്സ് കുറയ്ക്കേണ്ടി വരും. സ്റ്റാഫ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റിയും കുറയാം. ദി ഫോളോയിങ് ടേബിൾ ഷോസ് ആക്ച്വൽ റിസൾട്ട്സ് ഫോർ ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഫോർ ദ 3 ഹോസ്പിറ്റൽസ് കമ്പയർഡ് അഗൈൻസ്റ്റ് ദി key performance indicators company uses to assess hospital performance. The results have been verified by company's auditors. അപ്പം 3 ഹോസ്പിറ്റൽസിന്റെയും കുറച്ച് ഡാറ്റ നമുക്ക് തരാണ്, കഴിഞ്ഞ വർഷത്തെ ആക്ച്വൽ ഡാറ്റ. അതിൽ എന്തൊക്കെയുണ്ട്? പെർസെൻറ്റേജ് ഓഫ് എമർജൻസി പേഷ്യൻസ് ട്രീറ്റഡ് വിത്തിൻ 4 hours. അപ്പം എമർജൻസി പേഷ്യൻസ്, ഇമ്മീഡിയറ്റ്ലി ട്രീറ്റ് ചെയ്യേണ്ട പേഷ്യൻസ് 4 hours എത്രത്തോളം പെർസെൻറ്റേജ് ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്തു? അപ്പം നമ്പേഴ്സ് നോക്കുമ്പോൾ 94, 89.5, 91. നോട്ട്സിൽ എന്താ പറയുന്നത്? ഒരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്.
All hospitals have a target of treating emergency patients within 4 hours of them arriving at the hospital. അപ്പം നമുക്കുള്ളൊരു ടാർഗറ്റ് ആണ് വിത്തിൻ 4 hours അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എത്രത്തോളം മീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു മെഷറാണ് എടുത്തേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഐറ്റം പെർസെൻറ്റേജ് ഓഫ് നോൺ എമർജൻസി പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾഡ് വിത്തിൻ 12 വീക്സ്. നോൺ എമർജൻസി ആണ്, അപ്പം പതിയെ കൊടുത്താൽ മതി. വിത്തിൻ 12 വീക്സ് എത്രത്തോളം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്? 95, 91, 92. അതിലെന്താ നോട്ടിൽ പറയുന്നത്? ടാർഗറ്റ് ഫോർ നോൺ എമർജൻസി പേഷ്യൻസ് ഇസ് ദാറ്റ് ദേ ഷുഡ് അറ്റൻഡ് ദെയർ ഫസ്റ്റ് ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് വിത്തിൻ 12 വീക്സ് ഓഫ് ബീങ് റെഫേർഡ് ബൈ ദെയർ ഡോക്ടർ. അപ്പം അതും നമ്മുടെ അടുത്തൊരു ടാർഗറ്റ് ആണ്. വിത്തിൻ 12 വീക്സ് നോൺ എമർജൻസി പേഷ്യൻസിന് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കണം എന്നുള്ളത്. പിന്നെ തേർഡ് ഐറ്റം പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഹു ഡിസ്ക്രൈബ് സർവീസസ് ആസ് എക്സലന്റ്. എത്ര പേഷ്യൻസ് ആണ് എക്സലന്റ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുന്നത്? അതിൽ 46, 56, 55 എന്ന നമ്പേഴ്സ് ഉണ്ട്. നോട്ടിൽ പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദർ ട്രീറ്റ്മെന്റ് പേഷ്യൻസ് ഓർ ദർ റിലേറ്റീവ്സ് ആർ ആസ്ക്ഡ് ടു അസസ് വെദർ ദെയർ ക്വാളിറ്റി ഓഫ് കെയർ ഹാസ് ബീൻ എക്സലന്റ്, വെരി ഗുഡ്, ഗുഡ്, ആവറേജ് ഓർ പുവർ. അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി നല്ലതായിരുന്നോ എന്നതിന്റെ ഒരു മെട്രിക്സ് ആണെങ്കിൽ അത് മെഷർ ചെയ്യാണ് നമ്മൾ പേഷ്യൻസിനോട് ചോദിച്ചത്. പിന്നെ അടുത്തത് ക്വാളിറ്റി റേറ്റിംഗ് സ്കോർ. അത് 4.5, 4.9 അങ്ങനെ തന്നിട്ടുണ്ട്. അതിന്റെ നോട്ടിൽ പറയുന്നത് ക്വാളിറ്റി റേറ്റിംഗ് ഇസ് എൻ അസസ്മെന്റ് മെയ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് എക്സ്റ്റേണൽ പ്രൊഫഷണൽസ് ഹു ഒബ്സർവ് ദി ക്വാളിറ്റി ഓഫ് എ സാമ്പിൾ ഓഫ് ദി മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ബീങ് ക്യാരിഡ് ഔട്ട് ഇൻ എ ഹോസ്പിറ്റൽ. സ്കോർ 5 ഡിനോട്ട്സ് എക്സലന്റ് വൈൽ 1 ഡിനോട്ട് പുവർ. അപ്പം ഇത് പുറത്തുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യിപ്പിക്കുകയാണ്. അതിന്റെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ആവറേജ് കോസ്റ്റ് പെർ പേഷ്യന്റ്. കമ്പനി ഹോസ്പിറ്റലിലെ ആവറേജ് ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വന്ന കോസ്റ്റ്, അതുപോലെ തന്നെ ഓവർ സ്പെൻഡ് കമ്പയർഡ് ടു ബഡ്ജറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം എക്സ്ട്രാ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പൊ ക്വസ്റ്റനിൽ ബേസിക്കലി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്, പബ്ലിക് സെക്ടർ ആണ്. അവിടെ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മെട്രിക്സ് അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റന്റെ റിക്വയർഡിലേക്ക് വരാം. ഫസ്റ്റ് റിക്വയർഡ് പറയുന്നത് എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. അത് ഈ സിനാരിയുമായിട്ട് കണക്ട് ചെയ്തിട്ടല്ല, ജനറൽ ക്വസ്റ്റൻ, ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു ടൂളാണ് വാല്യൂ ഫോർ മണി. അതിൽ വരുന്ന കോൺസെപ്റ്റ് ആണ് ഈ എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്നുള്ളത്. അതിൽ എക്കോണമി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്സ് ലോവസ്റ്റ് കോസ്റ്റിൽ ഒബ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കോണമി എന്ന് പറയുന്നത്. എഫിഷ്യൻസി മീൻസ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആണ്. നമ്മുടെ റിസോഴ്സസ് എത്രത്തോളം നന്നായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിന്റെ മെഷറാണ് എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്സ് നമ്മൾ എത്രത്തോളം സക്സസ്ഫുള്ളി മീറ്റ് ചെയ്തു, അതിൻ്റെ എക്സ്റ്റെൻഡ് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ എന്താണോ അതിൽ ക്ലാസ്സിൽ പഠിച്ച അല്ലെങ്കിൽ നോർമലി നിങ്ങൾ പഠിച്ച ഡെഫിനിഷൻ അത് അവിടെ ഡയറക്റ്റ്ലി നമുക്ക് കൊടുക്കാം. വാട്ട് ഇസ് എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്നുള്ള രീതിയിൽ 1-2 സെന്റൻസിൽ ഓരോ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ടോട്ടൽ 3 മാർക്സ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി മാർക്കാണ്. അപ്പം റിക്വയർഡിലെ ഫസ്റ്റ് പോയിന്റ് അങ്ങനെ കഴിയുന്നു. സെക്കൻഡ് പോയിന്റ്, എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കമ്പനി യൂസ് എ ബാലൻസ്ഡ് മിക്സ് ഓഫ് മെഷേഴ്സ് അക്രോസ് ദി 3 E's. എന്തുകൊണ്ട് നമ്മൾ ബാലൻസ്ഡ് മിക്സ് ഓഫ് ഐറ്റംസ് യൂസ് ചെയ്യേണ്ടി വരുന്നു എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഒരു സിംഗിൾ മെഷർ, ഒരു സിംഗിൾ ഗോൾ മാത്രം, ഒരു സിംഗിൾ മെഷർ മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നില്ല എന്നതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ EHD ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ പെർഫോമൻസ് മെഷർമെന്റ് ജനറലി ഡിഫിക്കൽട്ട് ആണ്. പലപ്പോഴും നമ്മളൊരു സിംഗിൾ മെഷർ യൂസ് ചെയ്താലുണ്ടാവുന്ന ഇഷ്യൂ മാനേജേഴ്സ് എന്ത് ചെയ്യും, അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം EHD പോലൊരു ഹോസ്പിറ്റലിൽ നമ്മൾ മൾട്ടിപ്പിൾ മെഷേഴ്സ് എടുക്കേണ്ടി വരും. കാരണം ഇപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഗവൺമെന്റ് ഫണ്ട് കുറയ്ക്കുകയാണ്, അപ്പം എക്സ്പെൻസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഇവിടെ എക്സ്പെൻസ് കുറയ്ക്കുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്ട് എവിടെ ഉണ്ടാവും? നമ്മുടെ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ എഫിഷ്യൻസിയിലും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് പറഞ്ഞത് അങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും, അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു സിംഗിൾ ഗോൾ മാത്രം മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഒരു സിംഗിൾ മെഷർ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ. അതേസമയം മൾട്ടിപ്പിൾ മെഷേഴ്സ് എടുത്താൽ ഒരേ സമയം കമ്പനി കോസ്റ്റ് കുറയ്ക്കാനും എഫിഷ്യൻ്റ് ആവാനും കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് നല്ലതാവാനും മാക്സിമം ട്രൈ ചെയ്യേണ്ടി വരും. ഈ എല്ലാ ഗോൾസും ഒരേ സമയത്ത് മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ആ ഒരു ഓർഗനൈസേഷൻ അതിന്റെ പ്രോപ്പർ ഒബ്ജക്റ്റീവ് മീറ്റ് ആവുക. അപ്പം ഒരു സിംഗിൾ മെഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അത് യൂസ്ഫുൾ ആവില്ല. മൾട്ടിപ്പിൾ ഏരിയാസിൽ നമ്മൾ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യേണ്ടി വരുന്നത്. അത് സിനാരിയോ ആയിട്ട് ഈ കമ്പനിയായിട്ട് കണക്ട് ചെയ്ത് വേണം പറയാൻ. അത് 4 മാർക്സ്.
അതും വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് പെർഫോമൻസിന്റെ അസസ്മെന്റ് ആണ്. ഡിസ്കസ് ദി പെർഫോമൻസ് ഓഫ് 3 ഹോസ്പിറ്റൽ യൂസിങ് പെർഫോമൻസ് ഡാറ്റ പ്രൊവൈഡഡ്. അത് എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് എന്നുള്ളത് സെപ്പറേറ്റ്ലി ഡിസ്കസ് ചെയ്യണം. 3 ഹോസ്പിറ്റൽസിന്റെയും എക്കോണമി മെഷർ ചെയ്യാം. ആദ്യം എക്കോണമി മെഷർ ചെയ്യാം. എന്താണ് എക്കോണമി? നമ്മുടെ റിസോഴ്സസിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് സൈഡ്, നമുക്ക് റിസോഴ്സസിന് വരുന്ന കോസ്റ്റ് മെഷർ ചെയ്യുന്നതിനാണ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മെഷറിൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം ഓവർ സ്പെൻഡ് കമ്പയർഡ് ടു ബഡ്ജറ്റ് ആണ്. അതായത് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും എത്രയാണ് ഓവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കോസ്റ്റ് സൈഡല്ലേ അവിടെ മെഷർ ചെയ്യുന്നത്, റിസോഴ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസ. അപ്പം ഇനി ആൻസർ ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്, കീ പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മൾ ആദ്യം എക്കോണമി എന്ന് ഹെഡിങ് കൊടുക്കുന്നു. അതിന് താഴെ നമ്മൾ എടുക്കുന്ന മെഷർ എന്താന്ന് പറയാം. നമ്മൾ എടുക്കുന്ന മെഷർ, എക്കോണമി അസസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന മെഷർ ഓവർ സ്പെൻഡ് കമ്പയർഡ് ടു ബഡ്ജറ്റ് ആണ്. മിഡ് ഈസ്റ്റ് 143%, നോർത്ത് ഈസ്റ്റ് 156%, സൗത്ത് ഈസ്റ്റ് 531%. ഇനി ഇതിന്റെ ബേസിസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഏതാണ് നല്ലത്, ആ നമ്പേഴ്സ് ആദ്യം കമ്പയർ ചെയ്യുന്നു. നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണ് നല്ലത്, ഏതാണ് ഏറ്റവും വേഴ്സ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മിഡ് ഈസ്റ്റും നോർത്ത് ഈസ്റ്റും 143, 156 അടുത്തടുത്താണ് വരുന്നത്. അതായത് ഓവർ സ്പെൻഡ് കുറച്ചേ വന്നിട്ടുള്ളൂ കമ്പയർ ടു സൗത്ത് ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് എന്ത് വന്നിട്ടുണ്ട്? 531% ആണ്. അതായത് 100 രൂപ ബഡ്ജറ്റ് ചെയ്ത സ്ഥലത്ത് 531 അവർ സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പോൾ എക്കോണമി പെർസ്പെക്റ്റീവിൽ ഏറ്റവും വേഴ്സ് പെർഫോമൻസ് വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റിന്റെ കാര്യത്തിലാണ്. പക്ഷേ ആക്ച്വലി 3 പേരും ഓവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 പേരും ഓവർ സ്പെൻഡ് ചെയ്തു. അതിൽ തന്നെ ഏറ്റവും വേഴ്സ് പെർഫോമൻസ് സൗത്ത് ഈസ്റ്റിന്റെ കാര്യത്തിലാണ്. ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തതായിട്ട്, ഓവർ സ്പെൻഡ് ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? ഇതാണ് എക്കോണമിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്, യെസ്, ഓക്കെ ഓക്കെ, ഒരു കറക്ഷൻ ഉണ്ട്. ഓവർ സ്പെൻഡ് പെർസെൻറ്റേജ് അല്ലല്ലോ, ഒരു ഡൗട്ട് വന്നു. ഓവർ സ്പെൻഡ് പെർസെൻറ്റേജ് അല്ലല്ലോ, ഡോളർ അല്ലേ എന്നുള്ളതാണ്. യെസ്, കറക്റ്റ് ആണ്. ഓവർ സ്പെൻഡ് ഞാൻ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത്. ബട്ട് ഓവർ സ്പെൻഡ് ഇവിടെ പെർസെൻറ്റേജ് അല്ല, ഡോളർ വാല്യൂലാണ്, ഡോളേഴ്സിൽ തൗസൻഡ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാൻ പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞത് നേരത്തെ. ഡോളർ വാല്യൂ തന്നെ എന്ത് ചെയ്താൽ മതി, ആ പോയിന്റ് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തേക്കുന്ന ആരാണ്? സൗത്ത് ഈസ്റ്റ് ആണ്. ഇത്രയും ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സൗത്ത് ഈസ്റ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും എക്സ്ട്രാ എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പെർസെൻറ്റേജ് അല്ല, ഡോളർ വാല്യൂവിൽ എന്ത് ചെയ്യുന്നു, ആ പോയിന്റ് പറയുന്നു. അതിൽ ഏറ്റവും വേഴ്സ് പെർഫോമൻസ് വരുന്നത് സൗത്ത് ഈസ്റ്റിന്റെ സൈഡിൽ നിന്നാണ്. അപ്പം ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്കോണമി സൈഡിൽ പറയാം. അപ്പം ഓരോ ഹെഡിങ്ങിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പൊ എക്കോണമി ആണെങ്കിൽ അതിൽ നിങ്ങൾ എന്താണ് മെഷർ എടുക്കുന്നത്, എക്കോണമി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെഷർ എടുക്കുന്ന ഓവർ സ്പെൻഡ് കമ്പയർ ടു ബഡ്ജറ്റ് ആണ്. അതാണ് മെഷർ ആയിട്ട് എടുക്കുന്നത്. ദെൻ അതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആരാണ്, ഏറ്റവും ബെസ്റ്റ് ആരാണ്, ഏറ്റവും വേഴ്സ്റ്റ് ആരാണ് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ റീസൺസ് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് പറയാം. അപ്പൊ ഇവിടെ ഓവർ സ്പെൻഡ് വന്നതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഒന്നും നമുക്ക് അറിയില്ല. നമ്മൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് വരേണ്ടത് എഫിഷ്യൻസി ആണ്. എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ എഫിഷ്യൻസിയുടെ മെഷറായിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത് ഒരു ഓപ്ഷൻ ആവറേജ് കോസ്റ്റ് പെർ പേഷ്യന്റ് എടുക്കാം. ആവറേജ് കോസ്റ്റ് പെർ പേഷ്യന്റ് പല ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഒരു മെഷർ എടുക്കുന്ന ആവറേജ് കോസ്റ്റ് പെർ പേഷ്യന്റ് ആണ്. അതായത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ പേഷ്യൻസ് എന്ന് പറയുന്ന അവരുടെ ഔട്ട്പുട്ട് ആയിട്ടും സ്പെൻഡ് ചെയ്ത പൈസ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഈ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എഫിഷ്യൻസിയുടെ മെഷറായിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഹെഡിങ് നമ്മൾ കൊടുക്കുന്നത് എഫിഷ്യൻസി ആണ്. അതിൽ നമ്മൾ പറയുന്നത് ആവറേജ് കോസ്റ്റ് പെർ പേഷ്യന്റ് നമ്മൾ മെഷർ ചെയ്യുന്നു. നമ്പേഴ്സ് നോക്കുമ്പോൾ 16.8, 21.3, 18.1 നമുക്ക് എടുക്കാം. അതിൽ കോസ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പം പേഷ്യന്റിന് വേണ്ടി ഏറ്റവും കുറവ് പൈസ സ്പെൻഡ് ചെയ്താണ് എഫിഷ്യൻസി വൈസ് നമുക്ക് നല്ലത്. അപ്പോൾ ഏറ്റവും ചെറിയ എമൗണ്ട് എന്ന് പറയുന്നത് 16.8 ആണ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 21.3 ആണ്. സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ 18.1. അപ്പോൾ അവിടെ എഫിഷ്യൻസി വൈസ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് മിഡ് ഈസ്റ്റ് ആണെന്ന് പറയേണ്ടി വരും. എഫിഷ്യൻസിയുടെ പെർസ്പെക്റ്റീവിൽ അത് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർ ആവറേജ് കോസ്റ്റ് പെർ പേഷ്യന്റ് ആണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മൂന്നാമത്തെ കാറ്റഗറി എഫക്റ്റീവ്നെസ് ആണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഔട്ട്പുട്ട്സ് എത്രത്തോളം നന്നായിട്ട് നമ്മൾ മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അസസ് ചെയ്യാം. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഹു ഡിസ്ക്രൈബ് സർവീസസ് ആസ് എക്സലന്റ്. എത്ര പേര് നമ്മുടെ ഇത് എക്സലന്റ് സർവീസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ക്വാളിറ്റി റേറ്റിംഗ് സ്കോറും യൂസ് ചെയ്യാം. രണ്ടും ഒരേ കാര്യം തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് ഒരു പോയിന്റ് എടുത്താലും മതി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഹു ഡിസ്ക്രൈബ്സ് സർവീസസ് ആസ് എക്സലന്റ് നോക്കുമ്പോൾ
46, 56.5, 55.4. അതിൽ ഏറ്റവും നല്ല എമൗണ്ട് എന്ന് പറയുന്നത് 56 ആണ്. ഏറ്റവും വേർസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് മിഡ് ഈസ്റ്റ് 46 ആണ്. അപ്പം നമ്മൾ ഓവറോൾ ഇപ്പോൾ ഇത് മൂന്നിന്റെയും പെർഫോമൻസ് അസസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഈ മൂന്ന് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ മൂന്ന് ഹോസ്പിറ്റൽസും ചില ഏരിയയിൽ വരുമ്പോൾ പെർഫോമൻസ് ബെറ്റർ ആവുന്നുണ്ട്, ചില ഏരിയാസിൽ വരുമ്പോൾ പെർഫോമൻസ് വീക്ക് ആവുന്നുണ്ട്. ഇപ്പം എക്കോണമി വൈസ് ഒരാൾ അടിപൊളിയാണെങ്കിൽ അയാൾ എഫിഷ്യൻസിയിലോ എഫക്റ്റീവ്നെസ്സിലോ വരുമ്പോൾ വീക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരേ സമയം ഇത് മൂന്നും മീറ്റ് ചെയ്യാൻ ഈ ഓർഗനൈസേഷൻസിന് പറ്റുന്നില്ല. ഇപ്പം മിഡ് ഈസ്റ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു അസസ്മെന്റ് പറയുകയാണെങ്കിൽ മിഡ് ഈസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓവർ സ്പെൻഡ് 143. നമ്മുടെ എഫിഷ്യൻസി നോക്കുന്ന സമയത്ത് 16.8 ആണ് എഫിഷ്യൻസി. ബട്ട് ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഏറ്റവും മോശം സ്കോറാണ് മിഡ് ഈസ്റ്റിൽ വന്നേക്കുന്നത്. അതേസമയം നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് വന്നാൽ ഓവർ സ്പെൻഡ് ഉണ്ട്, കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻസി വൈസ് വളരെ മോശമാണ്, നമ്മൾ ഒരു പേഷ്യന്റിന് മേലെ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഓവറോൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി എന്തായിട്ടുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആണ്, കൂടുതൽ സ്കോർ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റിലേക്ക് വരുമ്പം ഒരുപാട് പൈസ ഇനീഷ്യലി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് എഫിഷ്യൻസി വൈസ് 18.1, ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ലൊരു നമ്പർ അച്ചീവ് ചെയ്യാൻ സൗത്ത് ഈസ്റ്റിന് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മൂന്നിന്റെയും പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്ത് പറയാം. അപ്പം ഇത് ഈ എക്കോണമി എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ എക്കോണമി അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ എക്കോണമിയും എഫിഷ്യൻസിയും അച്ചീവ് ചെയ്യാൻ നോക്കുമ്പോൾ പലപ്പോഴും എഫക്റ്റീവ്നെസ് കോംപ്രമൈസ് ആവും. അതായത് കോസ്റ്റ് കുറയ്ക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു, റിസോഴ്സസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പം ഇത് മൂന്ന് ഹെഡിങ് ആയിട്ട് എക്കോണമിയിൽ ഒരു ഗോൾ വെച്ച് അല്ലെങ്കിൽ ഒരു മെഷർ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എഫിഷ്യൻസിയിൽ ഒരു മെഷർ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു, എഫക്റ്റീവ്നെസ്സിൽ ഒരു മെഷർ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ ഒരു കൺക്ലൂഷൻ പോലെ ഓവറോൾ എന്താണ് മൂന്നിന്റെയും കൂടെ ഒരു സമ്മറി പോലെ നമുക്ക് പറയാൻ പറ്റും. ഇക്കാര്യങ്ങളും കൂടെ പറയും. ഇതിനൊന്നും നിങ്ങൾ എക്സ്ട്രാ വാല്യൂസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി വാല്യൂസ് എല്ലാം ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെ സെപ്പറേറ്റ്ലി നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പെർസെൻറ്റേജ് ഓഫ് എമർജൻസി പേഷ്യൻസ് ട്രീറ്റഡ് വിത്തിൻ 4 hours, അതുപോലെ പെർസെൻറ്റേജ് ഓഫ് നോൺ എമർജൻസി പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ വിത്തിൻ 12 weeks. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എഫിഷ്യൻസിയിലും എടുക്കാം, എഫക്റ്റീവ്നെസ്സിലും എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. ഇതെല്ലാം കൂടെ എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. അത് രണ്ടും വേണമെങ്കിൽ നമുക്ക് എഫിഷ്യൻസിയിലും എഫക്റ്റീവ്നെസ്സിലും എടുക്കാം. എങ്ങനെയാണ് അത് എഫിഷ്യൻസിയിൽ എടുക്കാൻ പറ്റുക? നമ്മൾ എത്ര സമയം കൊണ്ട് കാര്യങ്ങൾ ചെയ്തു, നമ്മൾ നമ്മുടെ റിസോഴ്സ്, നമ്മുടെ ലേബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടൈം എന്ന റിസോഴ്സ് എത്ര നന്നായി യൂട്ടിലൈസ് ചെയ്തു എന്നതിൻ്റെ ഒരു മെഷറാണ്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എഫിഷ്യൻസിയിൽ എടുക്കാം, എഫക്റ്റീവ്നെസ്സിലും എടുക്കാം. കാരണം എഫക്റ്റീവ്നെസ്സിൽ എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ കൃത്യമായി നമ്മുടെ ഒബ്ജക്റ്റീവിൽ പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡ് ടോപ്പ് ക്വാളിറ്റി മെഡിക്കൽ സർവീസസ് വിച്ച് ആർ ക്യുക്ക് ടു ആക്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൃത്യമായ ടാർഗറ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൺട്രിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ടാർഗറ്റ് ഇത്ര സമയം കൊണ്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ടാർഗറ്റ് എത്രത്തോളം മീറ്റ് ചെയ്തു, നമ്മുടെ ഒബ്ജക്റ്റീവ് എത്രത്തോളം മീറ്റ് ചെയ്തു എന്ന രീതിയിൽ നമുക്കത് എഫക്റ്റീവ്നെസ്സിന്റെ മെഷറായിട്ടും എടുക്കാൻ പറ്റും. പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ട്രീറ്റഡ് എന്നുള്ളത് നമുക്ക് എഫിഷ്യൻസിയിലും എഫക്റ്റീവ്നെസ്സിലും എടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. എല്ലാം കൂടെ എടുക്കണം എന്നില്ല. നോർമലി എക്കോണമിക്കകത്ത് ഒരെണ്ണം എടുക്കുക, അതിന്റെ രീതിയിൽ ഡിസ്കസ് ചെയ്യുക, എഫിഷ്യൻസിക്കകത്ത് ഒരെണ്ണം എടുക്കുക, ഡിസ്കസ് ചെയ്യുക, എഫക്റ്റീവ്നെസ്സിനകത്ത് ഒരെണ്ണം എടുക്കുക, ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ മാറിയെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള ആൻസർ ആണ് ഞാൻ പറഞ്ഞത്. ഇനി ആ റിക്വയർഡ് ഒന്നുകൂടെ വായിച്ചു പോകുന്നു, അതിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു. റിക്വയർഡ് ബി, ഡിസ്കസ് ദി പെർഫോമൻസ് ഓഫ് 3 hospitals യൂസിംഗ് ദി പെർഫോമൻസ് ഡാറ്റ പ്രൊവൈഡഡ്. യൂസ് ദി ഹെഡിങ്സ് എക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ടു സ്ട്രക്ചർ യുവർ ആൻസർ. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 9 മാർക്സ് ആണ് ടോട്ടൽ. അപ്പോൾ ഓരോ ഹെഡിങ്ങിനും 3 മാർക്സ് എന്ന രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ക്ലിയർ ആണോ? റിക്വയർഡ് ബി. ദെൻ അതിലെ ലാസ്റ്റ് റിക്വയർഡ് വരുന്നത്, ഡിസ്കസ് 2 challenges കമ്പനി മൈറ്റ് ഫേസ് വെൻ മെഷറിംഗ് ദി പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ഓവറോൾ ഒബ്ജക്റ്റീവ്. കമ്പനി ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തോ എന്നതിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്. അപ്പൊ ഇവിടുത്തെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്. പ്രൊവൈഡ് ടോപ്പ് ക്വാളിറ്റി മെഡിക്കൽ സർവീസസ് വിച്ച് ആർ ക്യുക്ക് ടു ആക്സസ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എക്സലന്റ് പേഷ്യന്റ് കെയർ. ഇത് മീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇത് എത്രത്തോളം നന്നായി മീറ്റ് ചെയ്തു നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫിക്കൽട്ടി ഒന്ന്, ആ ഒബ്ജക്റ്റീവിൽ തന്നെ മൾട്ടിപ്പിൾ ഐറ്റംസ് കണക്ട് ആവുന്നുണ്ട്. അതായത് ടോപ്പ് ക്വാളിറ്റി സർവീസസ് ആയിരിക്കണം, ക്യുക്ക്ലി കൊടുക്കാൻ പറ്റണം,
എക്സലന്റ് പേഷ്യന്റ് കെയർ. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഒരു സിംഗിൾ ഒബ്ജക്റ്റീവിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പം പെർഫോമൻസ് മെഷർമെന്റിൽ വരുന്ന ഒരു ഡിഫിക്കൽട്ടി, ഈ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം മീറ്റ് ചെയ്തോ എന്ന് മെഷർ ചെയ്യേണ്ടി വരും. അതാണ് ഒരു ഡിഫിക്കൽട്ടി. പിന്നെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഇത് കൂടുതലും നോൺ ക്വാണ്ടിഫയബിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. നമുക്ക് ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് കൊടുക്കുന്ന പേഷ്യന്റ് കെയർ നല്ലതാണ്, ഇതൊന്നും അത്ര ഈസിലി എന്തല്ല മെഷറബിൾ അല്ല, സിമ്പിൾ ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് മെഷർമെന്റ് പലപ്പോഴും ഡിഫിക്കൽട്ട് ആണ്. പിന്നെ പ്രാക്ടിക്കലി ഇപ്പം ഈ ക്വസ്റ്റനിൽ തന്നെ ആണെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും പൈസ ആ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലാണ് കൂടുതൽ നോക്കുന്നത്. പൈസ കട്ട് ചെയ്തു അല്ലെങ്കിൽ എക്സ്പെൻസ് കുറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ആംഗിൾ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലായിരിക്കും പല കാര്യങ്ങളും പ്രാക്ടിക്കലി അസസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിലാണ് കൂടുതൽ കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടി വരിക. അതൊരു ഡിഫിക്കൽട്ടിയാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളതും അടുത്തൊരു കൺസേൺ. ആക്യുറേറ്റ് ഇൻ ദ സെൻസ് നമുക്കിവിടെ പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ക്വാളിറ്റി ഇത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക, അതത്ര ഈസിലി മെഷറബിൾ അല്ല. ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ്സിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഇവരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്, പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കുറെ പ്രശ്നങ്ങളില്ല. അതായത് ഇപ്പൊ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് നല്ലതാണോ എന്ന് പേഷ്യന്റ് ജഡ്ജ് ചെയ്യാണ്. എങ്ങനെ? അയാളുടെ ഒരു ഫീൽ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അയാളുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കും. അതൊന്നും എന്തല്ല കൃത്യമായിട്ടുള്ളൊരു ഓ, കൃത്യമായൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോമിലല്ല. ഇപ്പൊ നമ്മളൊരു ഒരു ടൈമിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഒരു സാധനം ഒരു കാര്യം ഇത്ര സമയം കൊണ്ട് ചെയ്യണം, നമുക്ക് ടൈം എന്നുള്ളത് മെഷറബിൾ ആണ്, നമുക്ക് കൃത്യമായിട്ട് പറയാം ഓക്കെ ഇത് ലേറ്റ് ആയി അല്ലെങ്കിൽ കറക്റ്റ് ടൈമിൽ ചെയ്തു എന്ന് പറയാം. പക്ഷെ ട്രീറ്റ്മെന്റ് ഒന്നും അത്ര ഈസിലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജഡ്ജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സബ്ജക്റ്റീവ് ആണ്. ഇപ്പം എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് ആയി തോന്നിയ ഒരു സാധനം വേറൊരാളിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ മോശം ട്രീറ്റ്മെന്റ് ആണെന്നുള്ള ഒപ്പീനിയൻ വരാം. അപ്പം ഇതിന്റെയൊക്കെ മെഷർമെന്റ് പ്രാക്ടിക്കലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ പോയിന്റ്സ് പറയും? 2 challenges അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് വരുന്നത് എന്നുള്ളൊരു പോയിന്റ് പറയാം. പിന്നെ നോൺ ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നോൺ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലാണ് വരുന്നത്. പിന്നെ ആക്യുറേറ്റ് ഡാറ്റ കളക്ഷൻ ഡിഫിക്കൽട്ട് ആണ്. പിന്നെ ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും. അപ്പം ഇതൊക്കെ നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റിനെ ഡിഫിക്കൽട്ട് ആക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റന്റെ ഫുൾ ആൻസർ വരിക. ഇതിൽ കാൽക്കുലേഷൻ സൈഡ് ഒന്നുമില്ല, ജസ്റ്റ് ഈ ഡിസ്കഷൻ മാത്രമാണ്. ബട്ട് അത് കറക്റ്റ് ആയിട്ട് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റണം. സോ ഇത്രയായിരിക്കും ഇതിന്റെ ആൻസർ വരിക. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ എക്സാമിനർ ആൻസർ ഇതേ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതേ ഫയലിൽ തന്നെ ലാസ്റ്റിൽ എക്സാമിനർ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ 2 ക്വസ്റ്റൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. ഏറ്റവും ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റൻ പേപ്പർ ആണ് ഈ 2025 മാർച്ച് ജൂൺ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഈ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇപ്പം നാളെയും കൂടെ നമുക്ക് സെഷൻ ഉണ്ട്. നാളെ നമ്മൾ ചെയ്യുന്നുണ്ടാവും ഇതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടാവും. പ്ലസ് ഫൈനൽ ഒരു എക്സാം അപ്രോച്ച് എങ്ങനെയാണ്, ഇപ്പം മെയിൻ എക്സാം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കണം, അവിടെ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ പ്ലസ് ഈ കാര്യങ്ങളുടെ ഡിസ്കഷൻ ആയിരിക്കും നാളെ ഉണ്ടാവുക. നാളെയും ഇതേ ടൈമിൽ തന്നെയാണ് ക്ലാസ് ഉള്ളത്. അപ്പം ഇത് ഇന്ന് ചെയ്ത പോലെ തന്നെ ഈ ടൈമിൽ നമ്മൾ ലിങ്ക് ഗ്രൂപ്പിലേക്ക് അയക്കുന്നുണ്ടാവും. ആ ടൈമിൽ ജോയിൻ ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സാം അപ്രോച്ചും കാര്യങ്ങളുമായിരിക്കും നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം നാളത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.